വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് യൂകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് പഠിക്കാം. യൂകാരിയോട്ടിക് സെൽ എന്താണ്? ഒരു യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എ യൂകാരിയോട്ടിക് സെൽ പൊസസ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. അല്ലെ, നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നതാണ്. യൂകാരിയോട്ടിക് സെല്ലിന് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. എന്താണ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ആ ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോളസ്, ക്രോമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രോമസോം, ഇതെല്ലാം അതിനുണ്ടായിരിക്കും. അതായത് അതിനകത്ത് ക്രോമസോം എന്ന് പറയുന്നതിനെ ബൗണ്ട് ചെയ്ത് ഒരു മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഓർഗനൽ പ്രത്യേകമായിട്ട് ഉള്ള സെല്ലിനെയാണ് യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. പ്രോകാരിയോട്ടിക്കിന് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല. വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെയാണ് യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ഓൾ യൂകാരിയോട്ടിക് സെൽസ് ആർ നോട്ട് എലൈക്ക്. എല്ലാം ഒരുപോലെയല്ല, അതിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. പ്ലാന്റ് സെൽസ് ആൻഡ് ആനിമൽ സെൽസ് ആർ ഡിഫറെന്റ്. സെൽസ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ക്യാരക്ടേഴ്സ് ആർ സിമിലർ. മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പ്ലാന്റ് സെല്ലിനും ആനിമൽ സെല്ലിനും തമ്മിൽ. അല്ലാതെ സെല്ലിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. വളരെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലില് സെൽ വോൾ ഈസ് പ്രസന്റ്, ആനിമൽ സെല്ലില് സെൽ വോൾ ആബ്സെന്റ്. സെൽ മെംബ്രെയിനെ കൂടാതെ ഒരു സെൽ വോൾ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കൂടി പ്ലാന്റ് സെല്ലിനുണ്ട് അഡീഷണൽ ആയിട്ട്. അത് ആനിമൽ സെല്ലില് ആബ്സെന്റ് ആണ്. അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസന്റ് ഹിയർ. ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് ആബ്സെന്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൽ അത് പ്ലാന്റ് സെല്ലില് പ്രസന്റ് ആണ്, ആനിമൽ സെല്ലില് ആബ്സെന്റ്. അതുപോലെ ഇവിടെ ഒരു ലാർജ് സെൻട്രൽ വാക്യൂൾ ഈസ് പ്രസന്റ്, അതും ഇവിടെ ആബ്സെന്റ്. അപ്പോ ആനിമൽ സെല്ലില് ഈ പറഞ്ഞ 3 സംഗതികൾ ആബ്സെന്റ് ആണ്. ലാർജ് സെൻട്രൽ വാക്യൂൾ, വാക്യൂൾ എന്ന് പറയുന്ന വേറൊരു ഓർഗനൽ ആണ്. അത് പ്ലാന്റ് സെല്ലിലേ ഉള്ളൂ, ആനിമൽ സെല്ലിലില്ല. അപ്പോൾ പ്ലാന്റ് സെല്ലില് വളരെ വലിയ ഒരു വാക്യൂൾ എന്ന് പറയുന്ന ഒരു ഓർഗനൽ ഉണ്ട്, അത് ആനിമൽ സെല്ലില് ആബ്സെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്ലാന്റ് സെല്ലിൽ പ്രസന്റും ആനിമൽ സെല്ലിൽ ആബ്സെന്റുമാണ്. മനസ്സിലായോ? ഇനി പ്ലാന്റ് സെല്ലിൽ ഇല്ലാതെ ആനിമൽ സെല്ലിൽ മാത്രമുള്ള ഒരു ഓർഗനൽ ഉണ്ട്, സെൻട്രിയോൾ. Centriole is present in animal cell and it is absent. Centriole is absent. ഇവിടെ അത് ആബ്സെന്റ് ആണ്. Centriole is absent in plant cell. Plant cellum animal cellum തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 4 പോയിന്റുകളാണ്. മനസ്സിലായോ? അപ്പോ plant cellular cell wall is present, chloroplast is present and a large central vacuole. Vacuole അവിടെ സെന്ററിലാണ് നിൽക്കുന്നത് പ്ലാന്റ് സെല്ലില്. അപ്പൊ അതിന്റെ ന്യൂക്ലിയസ് ഒരു സൈഡിലേക്ക് മാറിയിരിക്കും. അതേസമയത്ത് ആനിമൽ സെല്ലിലാണെങ്കിൽ ന്യൂക്ലിയസ് ആണ് സെന്ററിൽ ഇരിക്കുന്നത്, അവിടെ വാക്യൂൾ ആബ്സെന്റ്. ഇനി സെൻട്രിയോൾ ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ് സെൽ ബട്ട് സെൻട്രിയോൾ ഈസ് പ്രസന്റ് ഇൻ ആനിമൽ സെൽ. സെൻട്രിയോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. സെൻട്രിയോൾ എന്ന് പറയുന്നത് ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. റൈബോസോമിനെ പോലെ ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിയാത്ത ഒരു ഓർഗനലാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ആ സെൻട്രിയോൾ ആനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് സെല്ലിലെ ഓരോ ഭാഗങ്ങളും വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ സെല്ലിന്റെ ബൗണ്ടറി ഏതാന്ന് ചോദിച്ചാൽ അത് സെൽ മെംബ്രെയിൻ ആണ്. പ്രത്യേകമായിട്ട് പ്ലാന്റ് സെൽ എന്ന് ചോദിക്കുവാണെങ്കിലാണ് നമ്മൾ സെൽ വോൾ എന്ന് പറയുന്നത്. പ്ലാന്റ് സെല്ലിൽ ഏറ്റവും പുറമെ സെൽ വോൾ ആണ്. പക്ഷെ ഒരു സെല്ലിന്റെ ഔട്ടർ മെംബ്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് പഠിക്കാം. സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ is the outermost layer of a cell. ഒരു സെല്ലിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ, ഏറ്റവും പുറമെയുള്ള ലെയർ ആണ്
പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. പ്രോട്ടീനും ലിപ്പിഡും കൊണ്ടാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സെൽ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പോ പ്രോട്ടീൻ, അങ്ങനെയും പറയും. ലിപ്പോ പ്രോട്ടീൻ രണ്ടിനെയും കൂടി ചേർത്ത് ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയും. അപ്പൊ ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. Lipids are arranged in bilayer. 2 layers ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. 2 ലെയർ ലിപ്പിഡ്സ് ഉണ്ട്. അപ്പോൾ ലിപ്പിഡിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലിപ്പിഡ് വരക്കുവാണെങ്കിൽ ലിപ്പിഡിന് ഒരു പോളാർ ഹെഡ് റീജിയൻ ഉണ്ട്, ഒരു ടെയിൽ റീജിയൻ ഉണ്ട്. ഇങ്ങനെയാണ് ലിപ്പിഡ് ഇരിക്കുന്നത്. അപ്പോൾ ലിപ്പിഡ് 2 ലെയർ ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ലിപ്പിഡിന്റെ ഇതാണ് ലിപ്പിഡ് ബൈ ലെയർ എന്ന് പറയുന്നത്. 2 ലെയർ ആയിട്ടാണ് ലിപ്പിഡ് ഇരിക്കുന്നത്. ആ 2 ലെയർ, ഓരോ ലിപ്പിഡിനും ഒരു ഹെഡ് റീജിയനും ഒരു ടെയിൽ റീജിയനും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനെ നമ്മൾ പോളാർ ഹെഡ്, ഇതാണ് ഹെഡ് റീജിയൻ, ഇത് പോളാർ ഹെഡ്, പിന്നെ ഒരു ടെയിൽ റീജിയൻ, ഇത് നോൺ പോളാർ ടെയിൽ റീജിയൻ, നോൺ പോളാർ ടെയിൽ. അപ്പോൾ ഓരോ ലിപ്പിഡ് നോക്കിക്കഴിഞ്ഞാലും അതിനൊരു ഹെഡ് റീജിയനും ഒരു ടെയിൽ റീജിയനും ഉണ്ട്. ദ പോളാർ ഹെഡ് ഈസ് ടുവേഴ്സ് ഔട്ട്സൈഡ്. പോളാർ ഹെഡ് എപ്പോഴും ഔട്ട്സൈഡിലേക്ക് തിരിഞ്ഞാണ്ടിരിക്കണം. 2 സൈഡ് നോക്കിക്കേ, അതിന്റെ ഹെഡ് ഔട്ട്സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആൻഡ് ടെയിൽ ഈസ് ടുവേഴ്സ് ദി ഇന്നർ സൈഡ്. ടെയില് ഇന്നർ സൈഡിലേക്ക് തിരിഞ്ഞാണ് കാണുന്നത്. ലിപ്പിഡ്സും പ്രോട്ടീനും കൊണ്ടാണ് ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഒരു അറേഞ്ച്മെന്റ്, അതിന്റെ ഒരു മോഡൽ. അപ്പോൾ സെവറൽ സയന്റിസ്റ്റ് ഹാവ് ഗിവൻ ഡിഫറെന്റ് മോഡൽസ് ഫോർ സെൽ മെംബ്രെയിൻ. ഒരുപാട് തരത്തിലുള്ള മോഡൽ അവർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ലിപ്പിഡ് മാത്രമാണുള്ളത്, ലിപ്പിഡ് ആൻഡ് ലിപ്പിഡ് ബൈ ലെയർ, അങ്ങനെ ഒരു മോഡലുണ്ട്. സാൻഡ്വിച്ച് മോഡൽ, അതായത് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, 2 ബ്രെഡിന്റെ ലോസ് അതിങ്ങനെ വെച്ചിട്ട് അതിന് നടുക്ക് എഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ ഒക്കെ വെച്ചിട്ട് നിറച്ച് നമ്മളിങ്ങനെ വെക്കുന്നതിനാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അപ്പുറം ഇപ്പുറയും 2 ബ്രെഡിന്റെ കഷ്ണം ഉണ്ടാവും, അതാണ് സാൻഡ്വിച്ച്. അപ്പോ സാൻഡ്വിച്ച് മോഡൽ, അതായത് 2 ലിപ്പിഡ് ലെയറിന്റെ ഇടക്കാണ് പ്രോട്ടീൻ എന്ന് ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മോഡലുകൾ ഡിഫറെന്റ് സയന്റിസ്റ്റ് പറഞ്ഞു വന്നു. ഔട്ട് ഓഫ് ദീസ് ദ mostly accepted one, the widely accepted one is fluid mosaic model. ഒരുപാട് മോഡലുകൾ ഒരുപാട് സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതില് ഇപ്പോ നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. Fluid mosaic model, which was proposed by Singer and Nicholson. Singer and Nicholson. 2 സയന്റിസ്റ്റ് ആണ്, സിംഗർ ആൻഡ് നിക്കോൾസൺ, in 1972. അപ്പോ ഈ പുതിയ മോഡൽ എന്ന് പറയുന്ന ആ മോഡൽ ഏതാണ്? ആ മോഡൽ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. അത് കണ്ടുപിടിച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ് ചേർന്നിട്ടാണ് ആ പുതിയ മോഡൽ കണ്ടുപിടിച്ചത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദം ദി സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ്സ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ഫോം ആസ് എ ക്വാസി ഫ്ലൂയിഡ് ഇൻ ബൈലെയർ. ക്വാസി ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡ് പോലെ ആണ് ലിപ്പിഡ് ഇരിക്കുന്നത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദ്രാവകാവസ്ഥയിലാണ് അതിരിക്കുന്നത്. അപ്പോ അങ്ങനെ അതൊരു ദ്രാവകത്തിന് എന്താണ് മൂവ് ചെയ്യാൻ കഴിയും, അല്ലേ? അതല്ലേ ഫ്ലൂയിഡിന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്യാൻ, അതായത് വഴങ്ങുന്ന തരത്തിലുള്ള സോളിഡ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? അനങ്ങാതിരിക്കും, അല്ലെ? അപ്പൊ ഫ്ലൂയിഡിന് കുറച്ചൊരു മൂവബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സെമി ഫ്ലൂയിഡ്, ഒരു ക്വാസി ഫ്ലൂയിഡ് ആയിട്ടാണ് ലിപ്പിഡ് ബൈ ലെയർ ഇരിക്കുന്നത്. അതാണ് ഫ്ലൂയിഡ്. ഇനി പ്രോട്ടീൻ, ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. ദാറ്റ് പ്രോട്ടീൻസ് ആർ സ്കാറ്റേർഡ് ഇൻ ദി
ലിപ്പിഡ് ബൈലെയർ. പ്രോട്ടീൻസ് ആർ സ്കാറ്റേർഡ് ആസ് മൊസൈക്ക്. മൊസൈക്ക് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മൊസൈക്ക് തറ നേരത്തേക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫ്ലോർ മൊസൈക്ക് ഇട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സിമെന്റിനകത്ത് കുറെ ചിപ്സ് ഇങ്ങനെ അവിടെ ആയിട്ട് കിടക്കുന്നതിനാണ് മൊസൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ലിപ്പിഡ് ബൈലെയറിനകത്ത് അവിടെ ആയിട്ട് കുറെ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. അതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലിപ്പിഡ്സ് ആണ്, മൊസൈക്ക് ആയിട്ട് കാണുന്നത് പ്രോട്ടീൻ ആണ്. അപ്പൊ ആ മൊസൈക്ക് ആയിട്ട് പ്രോട്ടീൻസ് ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് പ്രോട്ടീൻസ് കാണുന്നു. ലിപ്പിഡ്സ് ഒരു ക്വാസി ഫ്ലൂയിഡ് ആയിട്ട് 2 ലെയർ ഉണ്ട്. ആൻഡ് പ്രോട്ടീൻസ് ആർ സ്കാറ്റേർഡ് ഇൻ ദി ലിപ്പിഡ് ലെയർ. അതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നോക്കിക്കേ നിങ്ങൾ, ഇത് ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം പ്രോട്ടീൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, 3 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. ഞാൻ ഈ വരച്ചിരിക്കുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 3 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ചില പ്രോട്ടീൻസ് നോക്കിക്കേ, ഈ ലിപ്പിഡ് ലെയറിന്റെ പുറത്തായിട്ടാണ് കിടക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ കാണാം. ഇനി ചില പ്രോട്ടീൻസ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻസൈഡിൽ കിടക്കുന്നു. പ്രോട്ടീൻ ലെയറിന്റെ പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ചിലത് പുറത്തേക്ക് കുറച്ച് വന്നു, കുറച്ച് പുറത്തകത്തേക്ക്, കുറച്ച് പുറത്ത് കുറച്ചകത്തേക്ക് ഇങ്ങനെ കിടക്കും. മനസ്സിലായോ? കംപ്ലീറ്റ്ലി ഇൻസൈഡ് അല്ല, കുറച്ച് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിട്ടുള്ളതുണ്ട്. ഇനി ചില പ്രോട്ടീൻസ് എങ്ങനെയാണ്? അതേ വേറൊരു പ്രോട്ടീൻ ഇരിക്കുന്നു, അത് നീളം കൂടി 2 അറ്റത്തും വന്ന് മുട്ടുന്ന തരത്തിലുള്ള പ്രോട്ടീൻ. അതായത് ലിപ്പിഡിന്റെ എൻറ്റയർ ലിപ്പിഡിന്റെ അവിടെ സ്പാൻ ചെയ്തിരിക്കുന്നു, 2 അറ്റത്തും വന്ന് എത്തുന്ന രീതിയിൽ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ആർ സീൻ. മനസ്സിലായോ? അപ്പോ ഇതിനെ നമ്മൾ 3 ആയിട്ട് പ്രോട്ടീൻസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഒന്ന് പെരിഫറൽ പ്രോട്ടീൻ. പെരിഫറൽ പ്രോട്ടീൻ ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. 2 പേരിൽ പറയും, പെരിഫറൽ പ്രോട്ടീൻ ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ, ഫൗണ്ട് ഔട്ട്സൈഡ് ദി എൻറ്റയർ ലിപ്പിഡ് ലെയർ. ലിപ്പിഡ് ലെയറിന് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കാണുന്നത് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ ഓർ പെരിഫറൽ പ്രോട്ടീൻ. ഇനി വേറൊരു പ്രോട്ടീൻ ഇന്റഗ്രൽ പ്രോട്ടീൻ ഓർ ഇൻട്രിൻസിക് പ്രോട്ടീൻ. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, അതിനെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയും. ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ഓർ പോറിൻസ്. or transmembrane protein which span the entire lipid layer. ആ ലിപ്പിഡ് ലെയറിന്റെ 2 അറ്റത്തും വന്ന് മുട്ടുന്ന തരത്തിലുള്ള പ്രോട്ടീൻ, ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഓർ പോറിൻസ്. അപ്പൊ ഇങ്ങനെ പ്രോട്ടീൻസിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. പ്രോട്ടീൻസ് ആർ ഡിവൈഡഡ് ഇൻടു 3 കാറ്റഗറി. പെരിഫറൽ പ്രോട്ടീൻ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ ലിപ്പിഡ് ലെയർ, integral protein or intrinsic protein completely inside or partially inside. അതാണ് integral protein. മൂന്നാമത്തത് transmembrane protein or porins which span the entire lipid layer. ആ ലിപ്പിഡ് ലെയറിന്റെ കംപ്ലീറ്റ് ആയിട്ട് 2 അറ്റത്തും വന്ന് മുട്ടുന്ന തരത്തിലുള്ള പ്രോട്ടീൻ, അതിനെയാണ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് എല്ലാ മെംബ്രെയിനും നമ്മുടെ പ്ലാന്റ് സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ മെംബ്രെയിനും ഇതുപോലെയാണ് ഇരിക്കുന്നത്. ലിപ്പോ പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് അതിനുള്ളത്, ലിപ്പിഡ്സും പ്രോട്ടീനും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെൽ മെംബ്രെയിനെ യൂണിറ്റ് മെംബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. യൂണിറ്റ് മെംബ്രെയിൻ എന്ന് പറയാനുള്ള കാരണം എല്ലാ മെംബ്രെയിനും ഇതേ സ്ട്രക്ചർ ആണുള്ളത്. നമ്മൾ ഓരോ ഓർഗനൽ, ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ഓർഗനൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അതിനൊക്കെ മെംബ്രെയിനുണ്ട്, ക്ലോറോപ്ലാസ്റ്റിനുണ്ട്, മൈറ്റോകോൺഡ്രിയയ്ക്കുണ്ട്, ന്യൂക്ലിയസിനുണ്ട്. എല്ലാ മെംബ്രെയിനും ഇതേ സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് സെൽ മെംബ്രെയിനെ നമ്മൾ യൂണിറ്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഒരു സെല്ലിന്റെ ഏറ്റവും പുറമേയുള്ള മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അതിന്റെ സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞത്. അപ്പോ ഈ ഒരു സ്ട്രക്ചർ ഇപ്പൊ ഈ സൈഡിൽ വരും, ഈ സൈഡിൽ വരുമ്പോൾ അത് തിരിഞ്ഞു വരും അല്ലെ. കണ്ടോ? ഇത് ഇങ്ങോട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മള്
ഈ സെൽ മെംബ്രെയിൻ, ഒരു സെല്ലിന്റെ പുറമേയുള്ള മെംബ്രെയിൻ, അതിന്റെ സ്ട്രക്ചർ ആണ് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പൊ അത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ചുറ്റിയാണ് വരുന്നത്. മനസ്സിലായോ? അതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. The fluid nature of plasma membrane help it to do its functions very well. അതിന്റെ ഫങ്ഷൻസ് നന്നായിട്ട് ചെയ്യാനായിട്ട് ആ ഫ്ലൂയിഡ് നേച്ചർ അതിനെ സഹായിക്കും. എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ്? ഒരു സെൽ മെംബ്രെയിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് സെൽ ഡിവിഷന് സഹായിക്കുന്നു, സെക്രീഷൻ, അതുപോലെ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ, സെൽ ഗ്രോത്ത് ആൻഡ് എൻഡോസൈറ്റോസിസ്. Endocytosis is a cellular process in which the substances are taken by the cell membrane, by engulfing the substances and taken by the cell membrane. Cell membrane പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു വെസിക്കിൾ പോലെ വന്ന് അതിനെ പിടിച്ച് അകത്തോട്ടാക്കുന്ന പ്രോസസ്, അതിനാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം സെൽ മെംബ്രെയിൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ സെൽ മെംബ്രെയിന് ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. One of the most important function of the cell membrane is the transport of molecules across the membrane. Transport of molecules. പല മോളിക്യൂൾസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൂടെ കടത്തിവിടുന്ന പ്രോസസ്, അതാണ് ഒരു സെൽ മെംബ്രെയിന്റെ മേജർ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു സെൽ മെംബ്രെയിനിലൂടെ, ഇതൊരു സെൽ മെംബ്രെയിൻ ആണെങ്കിൽ, സെൽ മെംബ്രെയിൻ ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു, ലിപ്പിഡ്സ്, പ്രോട്ടീൻ, അതൊന്നും ഞാൻ വരക്കുന്നില്ല. ഇപ്പൊ ഒരു മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കും, സെൽ മെംബ്രെയിൻ. ആ സെൽ മെംബ്രെയിനിലൂടെ, സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതൊരു സെല്ല് ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിന്റെ മെംബ്രെയിൻ ഇങ്ങനെ ചുറ്റി വരുന്ന മെംബ്രെയിൻ. ആ സെൽ മെംബ്രെയിനിലൂടെ മോളിക്യൂൾസ്, ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, ഇതിലൂടെ സെല്ലിനകത്തേക്കും പുറത്തേക്കും ഒക്കെ പലതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടത്തിവിടുന്നത് ഈ സെൽ മെംബ്രെയിനിലൂടെയാണ്. അതാണ് അതിന്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സെൽ മെംബ്രെയിൻ ഈസ് എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഇറ്റ് ഈസ് എ സെമി പെർമിയബിൾ ഓൾസോ ആൻഡ് എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെമി പെർമിയബിൾ മെംബ്രെയിൻ അലൗസ് ദ പാസേജ് ഓഫ് ഓൾ സോൾവെന്റ് മോളിക്യൂൾസ്. സോൾവെന്റ്, ഒരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിലൊരു സോൾവെന്റ് ഉണ്ട്, ഒരു സൊല്യൂട്ട് ഉണ്ട്, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്, അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ സോൾവെന്റ്, സൊല്യൂട്ട്, ഇപ്പൊ ഒരു സോൾട്ട് സൊല്യൂഷൻ, സോൾട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ട്, വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ്, കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആ മെംബ്രെയിൻ അലൗസ് ദ പാസേജ് ഓഫ് ഓൾ സോൾവെന്റ്, സോൾവെന്റ് ആയിട്ടുള്ളതിനെ കടത്തിവിടുന്നു, വാട്ടറിനെയൊക്കെ അതിലൂടെ കടത്തിവിടുന്നു. അതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ സെലക്ട് ചെയ്ത് ചില സൊല്യൂട്ടിനെ കൂടി അതിലേക്ക് കടത്തിവിടുന്നുണ്ട്. എല്ലാത്തിനെയും കടത്തിവിടത്തില്ല, സെലക്ട് ചെയ്ത് കടത്തിവിടുന്നു. അതുകൊണ്ടാണ് അതിനെ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു സെല്ലില് പ്ലാസ്മ മെംബ്രെയിൻ, ഈ പ്ലാസ്മ മെംബ്രെയിനിലൂടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മോളിക്യൂൾസിനെ കടത്തിവിടുന്നു. ഇനി നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. വേറെ ചാപ്റ്ററിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് പഠിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പറയുകയാണ്. പ്ലാസ്മ മെംബ്രെയിനിലൂടെ ചില മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കോൺസെൻട്രേഷൻ അനുസരിച്ച് സാധാരണ മൂവ് ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, ഇപ്പൊ വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ അങ്ങനെ ഒരു എനർജി ഒന്നും ഉപയോഗിക്കാതെ മൂവ് ചെയ്യുന്നതിന് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. ഇനി ചിലപ്പോ ഇത് കോൺസെൻട്രേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് കൂടിയ കോൺസെൻട്രേഷനിലേക്ക്, ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് വെറുതെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ എനർജി ഉപയോഗിക്കണം. അങ്ങനെ എനർജി ഉപയോഗിച്ചു കൊണ്ടുള്ള മൂവ്മെന്റിന് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അപ്പൊ പാസീവ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി ഒരു മെംബ്രെയിനിലൂടെ, ഇതൊരു മെംബ്രെയിൻ ആണല്ലേ, മെംബ്രെയിനിലൂടെ ഇങ്ങനെ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് പാസ് ചെയ്യുന്നതിന്, സോൾവെന്റ് പാസ് ചെയ്യുന്നതിന് നമ്മൾ വേറെ വാക്ക് പറയും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, ഓസ്മോസിസ് അല്ലെ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഇതൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ മെംബ്രെയിൻ ആണ്, സെൽ മെംബ്രെയിൻ. ചില മോളിക്യൂൾസിന്
ഈ മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ പറ്റാതെ വരുന്നു. ആ സമയത്ത് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് മെംബ്രെയിൻ പ്രോട്ടീൻ, നമ്മളൊരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ, ഇടക്ക് രണ്ടറ്റത്തും വന്ന് കിടക്കുന്ന ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ അല്ലെങ്കിൽ പോറിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രോട്ടീൻ ഈ മോളിക്യൂളിനെ ഇതിനെ കൂടി കടത്താനായിട്ട് സഹായിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആ സെൽ മെംബ്രെയിനിൽ ഇടക്കുള്ള ആ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീനിലൂടെ ഈ മോളിക്യൂൾസ് അപ്പുറത്തേക്ക് കടന്നു പോകുന്നു. അപ്പോൾ എല്ലാത്തിനെയും അങ്ങനെ കടത്തിവിടത്തില്ല, ചിലതിനെ കടത്തിവിടുള്ളൂ. അതുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിബിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കടന്നു പോകാൻ, അതിനെ കടത്തിവിടണമെന്ന് വിചാരിച്ചാലും അതിനെ കടന്നു പോകാൻ പറ്റാത്തതിനെ ആ പ്രോട്ടീൻ കൊണ്ടുപോകുന്നു, പോറിൻസ് വഴി അത് അപ്പുറത്തേക്ക് എത്തിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഭാഗം നിങ്ങൾ വിട്ടേക്കൂ, അത് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ മെംബ്രെയിനിലൂടെ കൊണ്ടുപോകാനായിട്ട് സെൽ മെംബ്രെയിൻ സഹായിക്കുന്നു. അപ്പോൾ ഔട്ട്മോസ്റ്റ് ലെയർ സെൽ വോൾ. ഇനി പ്ലാന്റ് സെല്ലിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് സെൽ മെംബ്രെയിന്റെ പുറത്തായിട്ട് സെൽ വോൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് സെൽ വോളിനെ കുറിച്ച് പഠിക്കാം. പ്ലാന്റ്സിൽ മാത്രമല്ല ബാക്ടീരിയയിലുണ്ട്, ഫംഗസിലുണ്ട് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ്, ഫംഗസ്, ബാക്ടീരിയ ഇതിനെല്ലാം തന്നെ സെൽ മെംബ്രെയിന്റെ പുറത്തായിട്ട് ഒരു വോള് കൂടിയുണ്ട്. അതിനെയാണ് സെൽ വോൾ എന്ന് പറയുന്നത്. സെൽ വോളിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സെൽ വോളിന്റെ ഫംഗ്ഷൻ, ഇറ്റ് ഗിവ്സ് ഷേപ്പ് ടു ദ സെൽ. ആ സെൽ വോൾ ഉള്ളത് കൊണ്ട് ആ സെല്ലിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരുന്നു. അപ്പൊ ആ സെല്ലിന്റെ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നത് സെൽ വോൾ ആണ്. അപ്പൊ സെൽ വോൾ ഗിവ്സ് ഷേപ്പ് ടു ദി സെൽ. അടുത്തത്, ഇറ്റ് പ്രൊട്ടക്ട് ദ സെൽ ഫ്രം ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ. സെല്ലിന് എന്തെങ്കിലും അപകടം വരാതെ, ഡാമേജ് വരാതെ അത് സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, അതിനെന്തെങ്കിലും ആക്രമിക്കാതെ അതിനെ സഹായിക്കുന്നത് സെൽ വോൾ ആണ്. അപ്പൊ സെൽ മെംബ്രെയിന്റെയും പുറത്ത് ഇതുള്ളത് കൊണ്ട് സെൽ ഡാമേജ് ആകാതെ അല്ലെങ്കിൽ അതിന് ഇൻഫെക്ഷൻ വരാതെ എല്ലാം സംരക്ഷിക്കുന്നതിന് സെൽ വോൾ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ടു സെൽ ടു സെൽ ഇന്ററാക്ഷൻ. അടുത്തടുത്ത സെല്ലുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അടുത്ത സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സെൽ വോൾ സഹായിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഒരു സെൽ വോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് സെൽ മെംബ്രെയിന്റെ പുറത്തായിട്ട് സെൽ വോൾ. ഇതാണ് സെൽ വോൾ എന്ന് പറയുന്നത്. The cell wall of a young cell is called primary wall. ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സെല്ല്, അതാണ് യങ് സെൽ എന്ന് പറയുന്നത്. ആ യങ് സെല്ലിലുള്ള സെൽ വോളിനെ നമ്മൾ പ്രൈമറി വോൾ എന്ന് പറയും. പ്രൈമറി വോൾ. അപ്പോൾ സെല്ല് ചെറുതായിരിക്കുമ്പോൾ അതിനെ പ്രൈമറി വോൾ. ഇനി ഇത് സെല്ല് വലുതായി വരുമ്പോൾ അഡീഷണൽ ആയിട്ട് പുതിയ ലെയർ അതിന്റെ ഇന്നർ സൈഡിൽ ഉണ്ടാകുന്നു. ഇത് പ്രൈമറി വോൾ ആണ്. ഇനി സെക്കൻഡറി വോൾ മെച്ചുർ ആയി കഴിയുമ്പോൾ സെക്കൻഡറി വോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇന്നർ സൈഡ് ഓഫ് ദി പ്രൈമറി വോൾ. അതായത് ഇത് പ്രൈമറി വോൾ ആണെങ്കിൽ അതിന്റെ ഇന്നർ സൈഡിലാണ് സെക്കൻഡറി വോൾ ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായ? മെംബ്രെയിന്റെ അടുത്ത് അവിടെ ആയിട്ട് സെക്കൻഡറി വോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോ ഇവിടെ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സെക്കൻഡറി വോൾ. മനസ്സിലായോ? പ്രൈമറി വോൾ, സെക്കൻഡറി വോൾ. ഇനി വേറൊരു സെല്ല് ഇതിന്റെ അടുത്ത്, ഒരു സെല്ലല്ലോ ഉള്ളത്, ഒരുപാട് സെല്ലുകളില്ലേ പ്ലാന്റ്സിലൊക്കെ, ഒരുപാട് സെല്ലുകളുണ്ട്. അപ്പൊ നമ്മൾ വേറൊരു സെല്ല് എങ്ങനെ വരയ്ക്കും? വേറൊരു സെല്ല് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു സെല്ല് അവിടെ ഉണ്ട്. അപ്പോ അതിന്റെ ഇപ്പോ വരച്ചിരിക്കുന്നത് പ്രൈമറി വോൾ. ഇനി അതിനകത്തായിട്ട് സെക്കൻഡറി വോൾ, അതിന്റെയും ഉള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ? ഈ ഒരു സെല്ല്, ഈ ഒരു സെല്ല്, ഇങ്ങനെയല്ലേ വരുന്നത്.
ഈ അടുത്തടുത്തായിട്ട് വരുന്ന രണ്ട് സെൽ, അഡ്ജസെന്റ് സെൽ, ഈ രണ്ട് അഡ്ജസെന്റ് സെല്ലുകളെ ചേർത്ത് നിർത്തുന്നത് ഇതിനിടക്ക് ഒരു ലെയർ, ഒരു സംഗതി ഉണ്ട്. അതിനെ ചേർത്ത് നിർത്താനായിട്ട് നമ്മൾ രണ്ട് സാധനങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്തുന്നത്, വശം വെച്ച് ഒട്ടിച്ചു വെക്കും അല്ലെ. അതുപോലെ ഈ രണ്ട് സെല്ലിനെ ചേർത്ത് നിർത്തുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മിഡിൽ ലമല്ല എന്ന് പറയും. മിഡിൽ ലമല്ല, മിഡിൽ ലമല്ല. അപ്പോ ഈ ഗ്യാപ്പില്, ഈ വൈറ്റ് കാണുന്ന ഈ ഗ്യാപ്പിൽ, അത് ഞാൻ ഇവിടെ നീല കളർ ഇടുവാണ്, ഈ നീല കളർ ഇട്ട് ഇവിടെ വരക്കാം. അതാണ് മിഡിൽ ലമല്ല എന്ന് പറയുന്നത്. മിഡിൽ ലമല്ല ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽസ്യം പെക്റ്റേറ്റ്. ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് അഡ്ജസെന്റ് സെല്ലുകളെ, അല്ലെങ്കിൽ രണ്ട് നെയ്ബറിംഗ് സെൽ, അയൽക്കാരായിട്ടുള്ള രണ്ട് സെല്ല്, അങ്ങനെയുള്ള രണ്ട് സെല്ലുകളെ ചേർത്ത് നിർത്തുന്നത്. The two adjacent cells are joined by middle lamella and it is made up of calcium pectate. അപ്പോൾ ഇവിടെ ഇനി ഈ മിഡിൽ ലാമല്ല, ഇനി ഇങ്ങോട്ടും സെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മിഡിൽ ലാമല്ല വരും, മനസ്സിലായോ? എന്നിട്ട് അടുത്ത സെല്ല് ഇങ്ങനെ വരും. അപ്പോൾ ഓരോ അഡ്ജസെന്റ് സെല്ലുകളെ ചേർത്ത് വെക്കുന്നത് മിഡിൽ ലാമല്ലയാണ്. ഇനി ഈ ഇങ്ങനെ സെൽ വോൾ വരുമ്പോൾ അതില് ഇടക്കിടക്ക് ചില ദ്വാരങ്ങൾ, പോർസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പിറ്റ്സ് ഉണ്ടാകുന്നു. ഈ ദ്വാരത്തിനെ പിറ്റ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാടെണ്ണം ചിലപ്പോൾ അപ്പുറത്തെ പല സ്ഥലങ്ങളിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവും, ഒരു പിറ്റ്സ് ഉണ്ടാവും, ഒരു ദ്വാരം ഉണ്ടാവും. നമ്മുടെ ക്ലാസ് റൂം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഈ ക്ലാസ് റൂം, അപ്പുറത്തൊരു ക്ലാസ് റൂം ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു ദ്വാരം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭിത്തി തുറന്നൊരു ദ്വാരം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണെന്ന്. ഇവിടെ ഒരു ക്ലാസ് റൂം, അപ്പുറത്തൊരു ക്ലാസ് റൂം അല്ലേ. ഇവിടെ നമ്മളൊരു ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്ക് അപ്പുറത്തതുമായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തെന്ന് വിചാരിക്കുക. ഈ റൂമില് നമ്മൾ നിറച്ച് വെള്ളം എടുത്താൽ അപ്പുറത്തെ റൂമിലും വെള്ളം ഉണ്ടെങ്കിൽ ഈ കുഴലിലും വെള്ളം ഉണ്ടായിരിക്കും അല്ലേ. ഈ ഭിത്തി തുറന്നു വെച്ചിരിക്കുന്നിടത്ത് വെള്ളം ഉണ്ടാവൂലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഇതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, ഇപ്പുറത്തെ സെല്ലിലും സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പൊ ആ സൈറ്റോപ്ലാസം ഇവിടെ ഒരു ദ്വാരം വന്നപ്പോ ഈ സൈറ്റോപ്ലാസം ദാ ഇതിലൂടെ രണ്ടിലേക്കും മിക്സ് ചെയ്തു. കണ്ടോ, ഇവിടെയും സൈറ്റോപ്ലാസം, ഇവിടെയും സൈറ്റോപ്ലാസം, ഇടക്കിടക്ക് ചില സുഷിരങ്ങൾ, ആ സുഷിരത്തിൽ സൈറ്റോപ്ലാസം കാണൂലേ. അപ്പൊ അങ്ങനെ ആ സുഷിരത്തിൽ കാണുന്ന, ഈ പിറ്റിൽ കാണുന്ന സൈറ്റോപ്ലാസത്തിന് ഒരു പേര് പറയും, പ്ലാസ്മോഡെസ്മേറ്റ. അപ്പൊ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് പ്രസന്റ് ഇൻ ദി സെല്ലുലാർ പിറ്റ്സ്. സെല്ലിന്റെ ഇടക്കുള്ള ആ പിറ്റ്സ്, ആ ദ്വാരത്തിൽ കാണുന്ന സൈറ്റോപ്ലാസം, ആ സൈറ്റോപ്ലാസത്തിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ സെൽ മെംബ്രെയിൻ, സെൽ വോൾ, ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഇത് രണ്ടും പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന് അകത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മള് പുറമേയുള്ള രണ്ട് ബൗണ്ടറി, അതിന്റെ ബൗണ്ടറിയാണ് പഠിച്ചത്. ഒന്ന് സെൽ മെംബ്രെയിൻ, ഒന്ന് സെൽ വോൾ. ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.